പാകിസ്ഥാൻ ട്രെയിൻ റാഞ്ചൽ. ബന്ദികളാക്കിയവരിൽ 104 പേരെ മോചിപ്പിച്ച പാക് സൈന്യം. പാകിസ്ഥാൻ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച ബന്ദികളാക്കിയവരിൽ 104 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബന്ദികളെ രക്ഷിക്കാൻ സുരക്ഷാ സേന നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. എല്ലാ യാത്രക്കാരെയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് കടത്തുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ 30 പാക് സൈനികരും 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് വിവരം. ചൊവ്വാഴ്ച കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബോലൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഹൈജാക്ക് ചെയ്തത്. ഉത്തരവാദിത്തം വിഘടനവാദ തീവ്രവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ട്രെയിൻ ബലമായി നിർത്തിച്ച സംഘം തോക്കുകളുമായി ട്രെയിനകത്തേക്ക് ഇരച്ചെത്തുകയും യാത്രക്കാരെ തോക്കിൻ മുനയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുകയുമായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡും ഫത്തേഗ് സ്ക്വാഡുമാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാന്റെ വിമോചനത്തിനായി പോരാടുമെന്ന് പ്രഖ്യാപിച്ച് തീവ്ര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. 1948 മാർച്ചിൽ പാകിസ്ഥാൻ സർക്കാർ ബലമായി ബലൂച്ച് പിടിച്ചടക്കിയതാണെന്നും മുൻ രാജാവായ കാലത്ത് ഖാനെ ബലം പ്രയോഗിച്ച് കരാർ ഒപ്പുവെച്ചാണ് ഈ പ്രദേശം കൈയടക്കിയതെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി വാദിക്കുന്നു. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനെ വിമോചിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ആക്രമണങ്ങൾ നടത്തുന്ന ഈ സംഘടനയെ യുഎസും പാകിസ്ഥാനും തീവ്രവാദ സംഘടനകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജാഫർ എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന 425 യാത്രക്കാരിൽ 80 പേർ സൈനികരാണെന്നാണ് റിപ്പോർട്ട്. രക്ഷപ്പെടുത്തിയ 104 യാത്രക്കാരിൽ 17 പേരെ പരിക്കേറ്റതിനാൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്.